Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻസിൽ ഇതുപോലെ സർക്കിൾ ആൻഡ് പാരാബോള അത് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ്. So let us start. First question, the equation of the circle with center -3, 2 and radius 4 units is. Options തന്നിരിക്കുന്നത് A, x square plus y square plus 6x minus 4y minus 13 equal to 0. B, x square plus y square plus 6x minus 4y minus 3 equal to 0. C, x square plus y square plus 6x minus 4y minus 7 equal to 0. D, x square plus y square plus 6x minus 4y plus 3 equal to 0. ഇതിൽ correct answer option B ആണ്. അപ്പോൾ നമുക്ക് explanation നോക്കാം. അതായത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ സർക്കിളിന്റെ വിത്ത് സെന്റർ h, k യും റേഡിയസ് r ഉം x minus h whole square plus y minus k whole square is equal to r square. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് h, k അല്ല h, k എന്ന് പറയുന്നത് -3, 2 തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല റേഡിയസ് r 4 തന്നിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരാം? x മൈനസ് h എന്ന് പറയുന്നത് -3 ആണ് ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k 2 ആണ് ഹോൾ സ്ക്വയർ is equal to r എന്ന് പറയുന്നത് 4. സോ 4 സ്ക്വയർ. അപ്പോൾ ഇവിടെ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. x plus 3 whole square plus y minus 2 whole square equal to 16. ഇത് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. a plus b whole square a minus b whole square ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഈ 16നെ LHS കൊണ്ടുപോകാം. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് ആഫ്റ്റർ ഓൾ സിംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ? x square plus y square plus 6x minus 4y minus 3 is equal to 0. Next question, find the center and radius of the circle x square plus y square plus 8x plus 10y minus 8 is equal to 0. ഇപ്പോൾ ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ട് സെന്ററും റേഡിയസും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A, -4 -5, 7, 4 5, -7, -4 5, -7. D എന്ന് പറയുന്നത് -4 -5, -7. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. -4 -5 സെന്ററും റേഡിയസ് 7. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കാം അല്ലേ? x square plus y square plus 8x plus 10y minus 8 equal to 0. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ജനറൽ ഫോം ഓഫ് ദ ഇക്വേഷൻ എന്താ? അപ്പോൾ നമ്മൾ ജനറൽ ഫോം എന്ന് പറയുന്നത് സെക്കൻഡ് ഫോം നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് x square plus y square plus 2gx plus 2fy plus c equal to 0. ഇതാണ് ജനറൽ ഫോം. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. 1 and 2 കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? അതായത് x square plus y square ഈ രണ്ട് ടേംസും സെയിം തന്നെ. ഓക്കെ, വേറെ കോഎഫിഷ്യൻസ് എല്ലാം 1 ആണ്. ബാക്കി 8x എന്ന് പറയുന്നത് 2gx നെ ഇക്വേറ്റ് ചെയ്തൂടെ. അപ്പോൾ 2gx equal to 8 കിട്ടി. 8x ആണ് കേട്ടോ. സോ എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ 2g is equal to 8 കിട്ടും. സോ ജിയുടെ വാല്യൂ എന്താ? 4 ആണ്. 2ഉം 8ഉം ക്യാൻസൽ ചെയ്താൽ 4 അല്ലേ? സോ ജിയുടെ വാല്യൂ നമുക്ക് 4 കിട്ടി. അതേപോലെ 2fy എന്ന് പറയുന്നത് നെക്സ്റ്റ് ടേം 10y അല്ലേ? സോ 2fy is equal to 10y. y ക്യാൻസൽ ചെയ്തു. 2ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ 5. സോ എഫിന്റെ വാല്യൂ എന്താ കിട്ടുക? 5. അപ്പോൾ നമുക്ക് എഫിന്റെ വാല്യൂ 5 കിട്ടി. ഇനി ലാസ്റ്റ് ടേം -8 എന്ന് പറയുന്നത് c ആയിട്ട് കമ്പയർ ചെയ്യാം. സിക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ c is equal to -8. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഈ മൂന്ന് ടേംസ് കിട്ടി. g4f5 c -8. therefore നമുക്ക് ജനറൽ ഫോമിൽ റേഡിയസ് ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഇപ്പോൾ കിട്ടിയ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ മൈനസ് 8. അപ്പോൾ ഇത് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 49 ആണ് കിട്ടുക. ദാറ്റ് ഈസ് 7. അപ്പോൾ ആറിന്റെ വാല്യൂ നമുക്ക് 7 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി സെന്റർ ഓഫ് സർക്കിൾ എന്താ ജനറൽ ഫോമിൽ? -gയും -f ആണ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ കിട്ടിയ ജിക്കും എഫിനും നമ്മൾ എന്ത് കൊടുത്താൽ ഈ മൈനസ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് -4 -5 ആണ് സെന്റർ വരിക. Next question, what is the equation of the circle which passes through the points 3, -2 and -2, 0, having its center on the line 2x minus y minus 3 equal to 0. Options തന്നിരിക്കുന്നത് A, x square plus y square plus 3x plus 2 equal to 0. B, x square plus y square plus 3x plus 12y plus 2 equal to 0. C, x square plus y square plus 2x equal to 0. D, x square plus y square is equal to 5. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ്. അതെങ്ങനെ വരണേ നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താ? വിത്ത് സെന്റർ h, k x minus h whole square plus y minus k whole square is equal to r square അല്ലേ? നമ്മളെടുത്ത ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ്സ് 3, -2, -2, 0. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഈ പറഞ്ഞ ഇക്വേഷൻ ഈ രണ്ട് പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എടുക്കുക 3, -2. എന്നിട്ട് എക്സിന് 3ഉം
വൈക്ക് -2 കൊടുക്കാം. ഏത് ഇക്വേഷനിൽ? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ 3 - h ഹോൾ സ്ക്വയർ പ്ലസ് -2 - k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. അതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് പോയിന്റും ഇതേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ, കാരണം നമ്മുടെ സർക്കിൾ ഈ പോയിന്റിലൂടെയും പാസ് ചെയ്യും. സോ അവിടെ എക്സിന് -2, വൈക്ക് 0 കൊടുക്കുക സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ. സോ -2 - h ഹോൾ സ്ക്വയർ പ്ലസ് 0 - k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? RHS രണ്ടും സെയിം ആണ്. അപ്പോൾ രണ്ടിന്റെ LHS ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് 3 - h ഹോൾ സ്ക്വയർ പ്ലസ് -2 - k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -2 - h ഹോൾ സ്ക്വയർ പ്ലസ് 0 - k ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇക്വേഷൻ. അപ്പം നമുക്ക് ഫൈനലി എന്താ കിട്ടുക? 10h - 4k ഇസ് ഈക്വൽ ടു 9. ഇതിൽ കുറേ ടേംസ് ക്യാൻസൽ ആവും. ഇപ്പോൾ LHSൽ k², RHSൽ k², സെയിം ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മൈനസ് സബ്ട്രാക്ട് ആയി ക്യാൻസൽ ആയി പോകും. ഇനി അതുപോലെ h² ക്യാൻസൽ ആവും, 4 ക്യാൻസൽ ആവും. ഓക്കെ, ബാക്കി ഇപ്പോൾ നമുക്ക് 10h - 4k അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 10h - 4k ഇസ് ഈക്വൽ ടു 9 കിട്ടും. ഇനി സെൻറ്റർ h, k അതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് 2x - y - 0. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അതായത് 2h - k എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ഈ എക്സിനും വൈക്കും, എക്സിന് h കൊടുക്കുക, y ഇസ് ഈക്വൽ ടു k കൊടുക്കുക. കാരണം എന്താ? ഈ ഇക്വേഷൻ ഈ പറഞ്ഞ h, k സാറ്റിസ്ഫൈ ചെയ്യും. കാരണം സെൻറ്റർ ഏതിലുള്ളത്? ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും തീർച്ചയായിട്ടും. കാരണം ആ സ്ട്രെയിറ്റ് ലൈനിലാണ് സെൻറ്റർ ഉള്ളത്. അതുകൊണ്ട് എക്സിന് ഹെച്ചും വൈക്ക് കെയും കൊടുക്കാം. അപ്പോൾ നമുക്ക് 2h - k - 3 ഇസ് ഈക്വൽ ടു 0 കിട്ടും. ഈ -3 RHSൽ കൊണ്ടുപോയി എന്താ വരിക? 2h - k ഇസ് ഈക്വൽ ടു 3. ക്ലിയർ ആയല്ലോ? 2h - k ഇസ് ഈക്വൽ ടു 3 കിട്ടും. ഇനി നമ്മൾ സോൾവ് ചെയ്യുക. അതായത് ഫസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻസിൽ നിന്ന് സിംപ്ലിഫൈഡ് ഇക്വേഷൻ കിട്ടിയിരുന്നു. ഇപ്പം നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി h and k യുടെ ടേംസിൽ. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട്. സാധാരണ നമ്മൾ സോൾവ് ചെയ്യാറില്ല. അതുപോലെ തന്നെ 10h - 4k ഇസ് ഈക്വൽ ടു 9ഉം 2h - k ഇസ് ഈക്വൽ ടു 3ഉം. സോ ഏതെങ്കിലും ഒരു ടേം ക്യാൻസൽ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 5 ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഈ 2 എന്നുള്ളത് 10 ആവും. അഗെയിൻ ഈ -k എന്നുള്ളത്, അതായത് 1 എന്നുള്ളത് ഇവിടെ 5 ആവും. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 10h - 10h എന്താവും? 0 ആവും. ദെൻ സബ്ട്രാക്ട് ചെയ്ത ഈ ഒരു ടേം, അതായത് 5k - 4k എന്ന് പറയുന്നത് 3k ഇസ് ഈക്വൽ ടു 9 - 3 എന്താ? 6 ആണ് അല്ലേ? സോറി, ഇവിടെ RHS × 5 ഞാൻ ചെയ്തില്ല. 3 × 5 ചെയ്താൽ നമുക്ക് 15 കിട്ടും അല്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻസ് ഒന്നുകൂടി എഴുതാം. അതായത് ഇവിടെ ഇപ്പോൾ ഫോർത്ത് ഇക്വേഷൻ അല്ലേ, അത് ഇൻറ്റു 5 ചെയ്യാം. ഓക്കെ, തേർഡ് ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി. തേർഡ് ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതിയാൽ 10h - 4k ഇസ് ഈക്വൽ ടു 9. ഇനി ഫോർത്ത് ഇക്വേഷനെ നമ്മൾ ഇൻറ്റു 5 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഇൻറ്റു 5 ത്രൂ ഔട്ട് ചെയ്താൽ 10h - 5k ഇസ് ഈക്വൽ ടു 5 × 3 എത്രയാണ്? 15 വരും. ഓക്കെ, അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? സബ്ട്രാക്ട് ചെയ്യണം, എന്നാലേ ഹെച്ചും ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ 10h - 10h 0 കിട്ടും. -4k + 5k അതായത് k ഇസ് ഈക്വൽ ടു 9 - 15 എന്ന് പറയുന്നത് എന്താ? -6 ആണ്. സോ കെയുടെ വാല്യൂ നമുക്ക് -6 കിട്ടി. അപ്പോൾ ഒരു അൺനോൺ കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹെച്ചിൻ്റെ വാല്യൂ എന്താ കിട്ടുക? -3/2 കിട്ടും. ഇനി ഈ ഹെച്ചും കെയും ഇതിലത്തെ ഫസ്റ്റ് ഇക്വേഷൻ, നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ ഇക്വേഷൻ അല്ലേ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സോ നമുക്ക് 3 + 3/2, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഹെച്ചും കെയും മൈനസ് ആണ്. സോ x - y - എന്നുള്ളത് പ്ലസ് ആയി പോകും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് 3, -2 ആണ് പോയിന്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ അല്ലേ, അപ്പോൾ 3 + 3/2 ഹോൾ സ്ക്വയർ പ്ലസ് -2 + 6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. ഇതിൽ നിന്ന് ഇത് LHS നമ്മൾ എല്ലാം കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 145/4 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇതേപോലെ ഇക്വേഷൻ എങ്ങനെ ജനറൽ ഫോമിൽ എഴുതാൻ പറ്റും? x + 3/2 ഹോൾ സ്ക്വയർ പ്ലസ് y + 6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയറിന് പകരം ഇപ്പം നമുക്ക് r സ്ക്വയർ എന്ത് കിട്ടി? 145/4. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ആൻസർ കിട്ടും. ഓക്കെ.
Next question, the equation of a circle is 4x square plus 4y square minus 8x plus 16y plus k is equal to 0. If its area is 9 pi square units, then the value of k is, options are A8, B12, C minus 16, D minus 10. Correct answer option C ആണ് minus 16. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയ തന്നിട്ടുണ്ട് 9 പൈ ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇക്വേഷനിൽ കെ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് എ കോമ ബി ആൻഡ് റേഡിയസ് ആർ. ഇതിപ്പോൾ എച്ച് കോമ കെ ആയാലും കുഴപ്പമില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എ കോമ ബി മെൻഷൻ ചെയ്തു മാത്രം. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാം. അതായത് മെയിനായിട്ട് എന്തിനാ ചെയ്യാം, നമ്മുടെ ഈ ജനറൽ ഫോമിലേക്ക് ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കമ്പയർ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷന് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്താ, 4x സ്ക്വയർ. 4x സ്ക്വയറിന് 2x ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. നെക്സ്റ്റ് നമുക്ക് ടേം വന്നിട്ടുള്ളത് 8x ആണ്, അതായത് 4y സ്ക്വയർ അവിടെ ഇരിക്കട്ടെ. സെക്കൻഡ് ടേം എടുത്തിരിക്കുന്നത് മൈനസ് 8x ആണ്. സോ ഇവിടെ മൈനസ് അങ്ങനെ തന്നെ എഴുതി. ഇനി 8x എങ്ങനെ എഴുതാം, 2 × 2x എഴുതിക്കൂടെ. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്, അപ്പോൾ 8x തന്നെ കിട്ടും. നെക്സ്റ്റ് നമ്മൾ എഗെയിൻ ഒരു 4 എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് 4 എന്നുള്ള ടേം എഴുതിയിട്ടുണ്ട്. ഇനി പ്ലസ് നെക്സ്റ്റ് ടേംസ് ഈ 4y സ്ക്വയറിനെ എങ്ങനെ എഴുതാം, നേരത്തെ പറഞ്ഞ പോലെ 2y ഹോൾ സ്ക്വയർ എഴുതാം. അതേപോലെ 16y എങ്ങനെ എഴുതാം, 2 × 4 × 2y എന്ന് എഴുതാം അല്ലേ. ഇനി പ്ലസ് 16 ഈ ടേമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ 4ഉം 16ഉം നമ്മൾ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്ലസ് കെ ഇല്ലേ, ആ പ്ലസ് കെ റൈറ്റ് സൈഡിൽ കൊണ്ട് അപ്പം മൈനസ് കെ ആവും. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത ടേംസ് ഇല്ലേ LHSൽ, അത് RHSലും ഇൻക്ലൂഡ് ചെയ്യാം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഇക്വേഷൻ പറയുമ്പോൾ LHSൽ വരുത്തിയ ചേഞ്ചസ് RHSലും വരുത്തണം. സോ LHSൽ +4ഉം +16ഉം ചെയ്തത് RHSലും +4 +16 ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി ഇത് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ആണ്. അതായത് 2x - 2 ഹോൾ സ്ക്വയർ അതാണ് ഫസ്റ്റ് ടേം കിട്ടുക. ഇനി 2y + 4 ഹോൾ സ്ക്വയർ അതാണ് സെക്കൻഡ് ടേം കിട്ടുക. ഇസ് ഈക്വൽ ടു ഇനി RHSൽ മൈനസ് കെ 16 - 4 അതായത് 16 + 4 ആണത്. സോ 16 + 4 എന്ന് പറഞ്ഞാൽ 20, അതായത് 20 - k RHSൽ കിട്ടും. ഇനി ഈ 2x - 2 ഹോൾ സ്ക്വയറിന് 2 പുറത്തേക്ക് എടുത്താൽ എന്താ വരിക, 2x - 2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് 2 എടുത്താൽ ഇൻറ്റു x - 1 ഹോൾ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ അടക്കം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഏറ്റവും ഔട്ട്സൈഡ് 2 എടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയർ ആണ് വരിക. 2 സ്ക്വയർ × x - 1 ആണ്, അതായത് 4 × x - 1 അതാണ്. 4 × x - 1 ഹോൾ സ്ക്വയർ ഉണ്ട്, 4 × x - 1 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത ടേം അങ്ങനെ തന്നെ 4 × അതായത് 2 മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ ഈ സ്ക്വയറിന്റെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ആ ടേമിന്റെ സ്ക്വയർ ചെയ്യാൻ മറക്കരുത്. ദാറ്റ് ഈസ് 2 പുറത്തെടുക്കുമ്പോൾ 2 ആയിട്ട് എഴുതരുത്, 2 സ്ക്വയറിന് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എന്താ, നമ്മൾ 2നും ആ സ്ക്വയർ ബാധകമാണ്. സോ 4 × y + 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 - k. ക്ലിയർ ആയല്ലോ. സോ നമുക്ക് കിട്ടിയ ടേംസ് ആണ് 4 × x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 × y + 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 - k. ഇനി അഗെയിൻ ഇവിടെ ഇപ്പോൾ 4 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. സോ അത് RHSലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 20 - k/4 കിട്ടും. ഇനി x - 1 ഹോൾ സ്ക്വയർ പ്ലസ് y + 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 - k/4. നെക്സ്റ്റ് ഇത് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് RHSൽ കിട്ടിയ ടേം എന്താ, R സ്ക്വയർ ആണ് അല്ലേ. x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയറിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ R സ്ക്വയർ എന്താ, 20 - k/4 ആണ്. ഇനി സർക്കിളിന്റെ ഏരിയ എന്താ, πr സ്ക്വയർ അല്ലേ ജനറൽ ഇക്വേഷൻ, അത് 9 പൈ ആണ് തന്നിട്ടുണ്ട്. സോ പൈയും പൈയും ക്യാൻസൽ ചെയ്താൽ R സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ ഓൾറെഡി R സ്ക്വയർ കിട്ടി. നമുക്കിനി പൈ × R സ്ക്വയർ അതാണ് ഏരിയ, അത് 9 പൈ തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പൈ × R സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതായത് 20 - k/4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ എന്താ, A = പൈ × R സ്ക്വയർ. R സ്ക്വയർ എന്നുള്ള ടേം നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പൈ × 20 - k/4. ഓക്കെ, ഇനി ഇത് ഈക്വൽ ടു എത്ര, ഇതാണ് ഏരിയ. ഓക്കെ, പൈ × R സ്ക്വയർ. R സ്ക്വയർ നമ്മുടെ ഇക്വേഷനിൽ ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തതിൽ R സ്ക്വയർ എന്താണെന്ന് കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ, 9 പൈ ആണ് ഏരിയ. സോ പൈയും പൈയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 20 - k എന്ന് പറയുന്നത് ഈ 4 RHSൽ കൊണ്ടുപോകാം.
സോ 20 മൈനസ് കെ ഇക്വൽ ടു 36 കിട്ടും. അതിൽ നിന്ന് കെയുടെ വാല്യൂ എന്താ കിട്ടുക? -16. Next question, the sum of the minimum and maximum distances of the point 4 minus 3 from the circle x square plus y square plus 4x minus 10y minus 7 equal to 0 is options തന്നിരിക്കുന്നത് A 10, B 12, C 16, D 20. Correct answer option D ആണ് 20. അപ്പോൾ എങ്ങനെയാ വരുന്നത് നോക്കാം. അതായത് sum of minimum and maximum distance of the point 4, minus 3 from the circle. അപ്പോൾ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സർക്കിളിന്റെ ആ ഒരു ഇക്വേഷൻ, ആ സർക്കിളിൽ നിന്ന് ഈ പറഞ്ഞ പോയിന്റിലേക്ക് മിനിമം ആൻഡ് മാക്സിമം ഡിസ്റ്റൻസിന്റെ സം ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് പി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന പോയിന്റ് ഏതാ? 4, minus 3. ഇനി സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c equal to 0 ഇതാണ് ജനറൽ ഫോം. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2gx എന്താ ഇവിടെ തന്നിരിക്കുന്നത്? 4x ആണ്. സോ 2g is equal to എന്താ? 4 ആണ്. അതായത് ജിയുടെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. ഇനി നെക്സ്റ്റ് 2fy ആണ് -10y, അതായത് 2f equal to -10 ആണ്. സോ എഫിന്റെ വാല്യൂ എന്ത് കിട്ടി? -5. ഇനി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ജനറൽ ഫോമിൽ -g, -f ആണ് സെന്റർ. ക്ലിയർ അല്ലേ? സോ -g എന്ന് പറയുന്നത് -2. ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? -2. ദെൻ -f എന്ന് പറയുന്നത് -5 എന്താ? +5 ആണ്. സോ അങ്ങനെയാണ് ഇവിടെ -2, 5 സെന്റർ ആയിട്ട് കിട്ടിയത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഡിസ്റ്റൻസ് കാണണം. അതായത് ഇതാണ് സെന്റർ. ഈ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് ആ പോയിന്റ്സിലെ കറസ്പോണ്ടിങ് എക്സ് ടേംസും വൈ ടേംസും സബ്ട്രാക്ട് ചെയ്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. സോ ഇവിടെ 4 പിന്നെ -2 ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 4 minus -2 എന്താ? 4 + 2 അത് ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത ടേംസ് -3 -5. അപ്പോൾ -3 -5 ഹോൾ സ്ക്വയർ വരും. ഇസ് ഈക്വൽ ടു നമുക്ക് വാല്യൂ കിട്ടുന്നത് 10 ആണ്. ക്ലിയർ ആയി? സ്ക്വയർ റൂട്ട് ഓഫ് 100 വരും, ദാറ്റ് ഇസ് 10 കിട്ടും. ഇനി നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് എന്താ? r is equal to റൂട്ട് ഓഫ് g² + f² - c ആണ്. റൂട്ട് ഓഫ് g² + f² - c ആണ് ജനറൽ ഫോമിൽ അല്ലെ? അപ്പോൾ ജിയും എഫും സിയും അറിയാം. സി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം അല്ലേ? അതിൽ സി എന്ന് പറയുന്നത് -7 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ g² + f² - c എന്ന് പറയുമ്പോൾ g² എന്ന് പറഞ്ഞാൽ 2² 4. ഇനി -5² എന്ന് വെച്ചാൽ 25 ആണ്. ദെൻ -c പറയുമ്പോൾ -7 ദാറ്റ് ഇസ് +7. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഈ വാല്യൂ കിട്ടുന്നത് എന്താണ്? 6 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ പി എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ മിനിമം ഡിസ്റ്റൻസ് ഫ്രം സർക്കിൾ എന്തായിരിക്കും? മിനിമം ഡിസ്റ്റൻസ് CP - r. അതായത് CP നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിയും പിയും, ആ പോയിന്റും സെന്ററും. ഇനി ആ ഡിസ്റ്റൻസും പിന്നെ -r റേഡിയസും സബ്ട്രാക്ട് ചെയ്താൽ അതായിരിക്കും മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് P ഫ്രം ദ സർക്കിൾ. ക്ലിയർ ആയോ? അപ്പോൾ CP - r എന്ന് പറയുന്നത്, അപ്പോൾ CP നമുക്ക് കിട്ടിയത് എത്രയാ? 10 ആണ്. അപ്പോൾ 10 - r എന്ന് പറഞ്ഞാൽ 6. CP നമുക്ക് 10 കിട്ടി, r എന്ന് പറയുന്നത് 6 കിട്ടി. അപ്പോൾ രണ്ടിന്റെയും ഡിഫറൻസ് 10 - 6 4. അതാണ് എന്ത്? നമുക്ക് മിനിമം ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് എന്തായിരിക്കും? രണ്ടിന്റെയും സം, ദാറ്റ് ഇസ് CP + r. അപ്പോൾ 10 + 6 = ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, 14 ആണ് കൊടുത്തിരിക്കുന്നത്, 16 ആണ് വാല്യൂ കേട്ടോ. 10 + 6 = 16. ഇനി സം നമുക്ക് കണ്ടുപിടിക്കണം. ഈ രണ്ട് വാല്യൂസിന്റെയും സം ആണ് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഇസ് 4 + 16, അതായത് 20 ആണ് ആൻസർ. Next question, find the equation of parabola whose focus is 2, 0 and equation of the directrix is x equal to -2. Options തന്നിരിക്കുന്നത് A x² = 8y, B y² = 4x, C x² = 4y, D y² = 8x. Correct answer option D ആണ്, y² = 8x. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. അതായത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താ തന്നിരിക്കുന്നത്? x equal to -2 ആണ്. സോ ഈ -2 LHS കൊണ്ടുപോയാൽ x + 2 = 0 ഫോം കിട്ടും അല്ലെ? ഇനി ലെറ്റ് p of xy be any point on parabola. അപ്പോൾ തന്നിരിക്കുന്ന പരാബോളയിലെ ഏതെങ്കിലും ഒരു പോയിന്റ് p ആയിട്ട് എടുക്കാം. Therefore from definition of parabola, distance from focus
അതായത് ഈ പോയിന്റ് ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പി ടു ഡയറക്ട്രിക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു റേഷ്യോ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ ഓഫ് പാരാബോള പ്രകാരം ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ഫോക്കസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പി ടു ഡയറക്ട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ആണ് അല്ലെ. ഇപ്പൊ ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് എന്താ? എക്സ് കോമ വൈ ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ സാധാരണ എസ് എന്നുള്ള പോയിന്റ് എടുക്കാറില്ലേ ഫോക്കസ് തിയറിയിൽ? എസ് എന്ന് പറയുന്നത് അതിപ്പോ നമുക്ക് 2,0 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ. ഇനി ദിസ് ഇസ് ഈക്വൽ ടു ആ ഒരു ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം പി ടു ഡയറക്ട്രിക്സ് ആണ്. അതായത് അത് നമുക്ക് ഓൾറെഡി എക്സ് പ്ലസ് 2 എന്നറിയാം അല്ലെ, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. സോ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് ഈ സ്ക്വയർ റൂട്ട് അവോയ്ഡ് ചെയ്യാൻ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക എൽ എച്ച് എസും ആർ എച്ച് എസും. അപ്പൊ എൽ എച്ച് എസ് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് ക്യാൻസൽ ആയി പോകും അല്ലെ. ആർ എച്ച് എസും സ്ക്വയർ ചെയ്യാം. അപ്പൊ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 പറഞ്ഞാൽ വൈ തന്നെയാണ്. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടുക? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. Next question, the equation of the parabola with vertex at 0, 0 and focus at 0, minus 2 is. Options തന്നിരിക്കുന്നത് A x square equal to minus 8y, B x square equal to 2y, C y square equal to 4x and D y square equal to minus 8x. ഇതിൽ correct answer option A ആണ്. x square is equal to minus 8y. അപ്പോൾ നമുക്ക് vertex തന്നിട്ടുണ്ട് 0, 0 ലാണ് അല്ലേ. അത് മാത്രമല്ല ഫോക്കസ് എന്ന് പറയുന്നത് 0, minus 2 ലാണ് തന്നിട്ടുണ്ട്. സോ അതിന്റെ മീനിങ് എന്താ? ഇതെന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ഓൺ വൈ ആക്സിസ് ആണ് അല്ലെ. വൈ ആക്സിസിലാണ് ലൈ ചെയ്യണത്. കാരണം നമുക്കിപ്പോൾ എക്സ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസ് ആണ്. സോ വൈ ആക്സിസ് ആണ് എന്ത്? ആക്സിസ് ഓഫ് പാരാബോള. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് പാരാബോള നമ്മുടെ ജനറൽ ഫോം എന്തായിരിക്കും? വൈ ആക്സിസ് ആണ് നമ്മുടെ പാരാബോളയുടെ ആക്സിസ്. അപ്പൊ എക്സ് സ്ക്വയർ ഇക്വൽ ടു 4ay ആയിരിക്കില്ല പാരാബോളയുടെ ഇക്വേഷൻ അല്ലെ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. ഇനി ഇവിടെ a എന്ന് പറയുന്നത് -2 ആണ്. കാരണം നമുക്ക് ആ പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ 0, ഈ ഒരു പോയിന്റ് തന്നിട്ടില്ലേ. സോ -2 ഇതാണ് a എന്ന് പറയുന്നത്. സോ എക്സ് സ്ക്വയർ ഇക്വൽ ടു 4ay ല് 4 into a എന്ന് പറയുന്നത് -2 into y, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -8y ആണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. Next question, if the vertex of the parabola y is equal to x square minus 16x plus k lies on x-axis, then k is, options are A 16, B 8, C 64, D minus 64. Correct answer option C ആണ് 64. അപ്പോൾ നമുക്ക് നോക്കാം vertex of the parabola. പാരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് y is equal to x square minus 16x plus k ആണ് അല്ലെ. It lies on x-axis എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല k യുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതാം. അതായത് y is equal to x square minus 16x plus k. അതായത് x square minus 16x നെ എന്ത് എഴുതാൻ പറ്റും? 2x into 8 എന്ന് എഴുതി കൂടെ പ്ലസ് k. അതായത് x square minus 2x into 8 plus 64 minus 64 plus k ചെയ്യാം. ഈ k നെ ലാസ്റ്റ് എഴുതിയെന്ന് മാത്രം. 64 എന്ന് പറയുന്ന ടേം ആഡ് ചെയ്യുകയും ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയറിന് എഴുതി കൂടെ -64. അതായത് ഇത്രയും പോർഷൻ, ഈ ഒരു പോർഷനെ നമുക്ക് എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയറിന് എഴുതാൻ പറ്റും. പിന്നെ ബാക്കി അങ്ങനെ തന്നെ എഴുതാം. -64 plus k അങ്ങനെ തന്നെ എഴുതാം. ഇനി സിൻസ് ദ പാരാബോള ഹാസ് വേർട്ടെക്സ് ഓൺ എക്സ് ആക്സിസ്, ഓൺ ആണ്, എക്സ് ആക്സിസിലാണ് വേർട്ടെക്സ് ഉള്ളത് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? എക്സ് ആക്സിസിൽ വേർട്ടെക്സ് ഉള്ളതുകൊണ്ട് വൈയുടെ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആയോ? സോ -64 plus k എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതിന്റെ മീനിങ് k is equal to 64 ആണ് ആൻസർ. Last question, the focus of a parabolic mirror as shown in the figure is at a distance of 5 cm from its vertex. If the mirror is 45 cm deep, find the distance AB. Okay, അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദ ഫോക്കസ് ഓഫ് എ പാരാബോളിക് മിറർ, ഒരു മിറർ ഉണ്ട്, അത് പാരാബോളിക് ആണ്. ഇനി അതിൽ ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്, ആ മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് 5 cm ഫ്രം വേർട്ടെക്സ് ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതാണ് 5 എന്ന് പറയുന്നത്. മനസ്സിലായോ? വേർട്ടെക്സിൽ നിന്ന്
വേർട്ടെക്സിൽ നിന്ന് 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഫോക്കസ് ഇരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇഫ് ദ മിറർ ഇസ് 45 സെന്റിമീറ്റർ ഡീപ്, ഇനി 45 സെന്റിമീറ്റർ ഡെപ്ത് ആണ് തന്നിരിക്കുന്നത് മിററിന്റെ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് എ ബി. അപ്പോൾ എ ബി ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 30 സെന്റിമീറ്റർ, ബി 45 സെന്റിമീറ്റർ, സി 60 സെന്റിമീറ്റർ, ഡി 90 സെന്റിമീറ്റർ. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 60 സെന്റിമീറ്റർ. ഡയഗ്രാം ക്ലിയർ ആണല്ലോ? നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. From the given figure, we have the equation of parabolic mirror y square is equal to 4ax. അല്ലെ, തന്നിരിക്കുന്ന ഫിഗർ പ്രകാരം എങ്ങനെയാണ് പാരബോളിക് ഇക്വേഷൻ വരിക? y square is equal to 4ax ആണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒ എഫ്, അതായത് വേർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് 5 തന്നിട്ടുണ്ടല്ലോ, അതാണ് ഒ എഫ്. എഫ് ആണ് ഫോക്കസ്. ഓക്കെ, ഈ ഒരു ഇക്വേഷന്റെ ഫോക്കസ് എഫ് ആണ്. ഇനി എഫ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഇപ്പോൾ y square = 4ax എന്ന് പറഞ്ഞ പാരാബോളയുടെ എഫ് നമ്മൾ എങ്ങനെയാണ് കോർഡിനേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക? a,0. അതായത് എ എന്ന് പറയുന്നത് 5 ആണ് തന്നിരിക്കുന്നത്. സോ 5,0. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി 5,0 തന്നിട്ടുണ്ട് അല്ലെ. ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? a,0 ആണ്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എയുടെ വാല്യൂ എന്താ കിട്ടുക? 5 ആണ്. സോ എ നമുക്ക് 5 കിട്ടി. ഇനി ഒ സി എന്ന് പറയുന്നത് ആ മിററിന്റെ ഡെപ്ത് ആണ് അല്ലെ. അത് 45 സെന്റ് തന്നിട്ടില്ലേ? സോ എയുടെ വാല്യൂം ബിയുടെ വാല്യൂ എന്താ? നമ്മളിപ്പോൾ കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എയുടെ വാല്യൂ ഇപ്പം എന്താ? എയിലും ബിയിലും എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 45 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ആ ഫിഗർ നോക്കിയാൽ അറിയാം. അപ്പോൾ എയുടെ വാല്യൂ 45, വൈയും ബിയുടെ വാല്യൂ എന്താ? -y വരുന്നത്. സോ 45, -y. എയുടെയും ബിയുടെയും കേസിൽ എക്സ് 45 ആയിരിക്കും. ക്ലിയർ ആയോ? ഇതാണ് ഡെപ്ത് ഓഫ് ദ മിറർ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എക്സ് ആയിട്ടാണ് വരുന്നത് എക്കും ബിക്കും. ഇനി നമുക്ക് y ആക്സിസ് മാത്രം, അതായത് y കോർഡിനേറ്റ് മാത്രം എയുടെ കേസിൽ +y-ഉം ബിയുടെ കേസിൽ അത് നെഗറ്റീവ് ഓഫ് y ആക്സിസിലാണ് വരുന്നത്. സോ -y. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഈ പോയിന്റ്സും കിട്ടി. അതായത് എ എന്ന് പറയുന്നത് 45 y-ഉം ബി എന്ന് പറയുന്നത് 45 -y-ഉം. ഇനി വി ഹാവ് x = 45, y = y ആൻഡ് a = 5. ഇപ്പൊ കിട്ടിയ ഇക്വേഷൻസിൽ നിന്ന് a 5 ആണെന്ന് അറിയാം, x 45 ആണെന്ന് അറിയാം, y തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. y സ്ക്വയർ ആണ്. ഓക്കെ, അതായത് y square = 4ax അല്ല ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അതിൽ നമുക്ക് a കിട്ടി 5 ആണെന്ന്, x = 45 ആണെന്ന് കിട്ടി. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y square = എന്ത് കിട്ടും? 4 × 5 × 45. ഇതെന്ന് പറയുന്നത് എന്താ? 900 ആണ്. y square ആണ് 900. ഓക്കെ, സോ ഇത് y square ആണ് 900 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോമയുണ്ട്. therefore y = √900 വരും. അതായത് ±30 വരും. ഇനി എ ബി എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? 2y അല്ലേ? ശരിയല്ലേ? അപ്പോൾ 2 × y എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയത് 30 ആണ്. ദാറ്റ് ഈസ് 60 സെന്റിമീറ്റർ ആണ് ആൻസർ വരിക. താങ്ക് യു.